Dear students, we have been discussing cash management models, and today we are discussing the second model, that is Miller-Orr model. It is also called the stochastic model of cash management, and the contributaries of Miller-Orr model are Miller and Orr, that is Merton H. Miller and Daniel Orr. They says that the assumption by Baumol that cash flows are known and certain is not true. An important assumption by Baumol model was that cash flows can be predicted, it is known, it is certain, it is specific, etc. And Miller-Orr model says that it is not true. Future cash inflows or outflows are not certain and the amount cannot be predetermined. Okay, the size and timing of cash flows are neither certain nor uniform. Cash flows in the size, that is quantity, and the timing, these are not certain and not uniform. And this theory suggests two control limits for cash flows, that is upper control limit and lower control limit. Upper control limit and lower control limit, and along with a return point. Okay, this is the diagrammatic representation of cash management model by Miller-Orr. Then here, as per the diagram, there are two control limits, that is, this is upper control limit. Okay, upper control limit, and this is the lower control limit. There are two control limits, upper control limit and lower control limit, and this is the return point. എന്താണ് ഈ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? This theory says that cash flows are not uniform and not certain. Cash flows ഇതുപോലെ ഇരിക്കും, കണ്ടോ? ഇറ്റ് മേ ബി ഫ്ലക്ച്വേറ്റിംഗ്, ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് വിൽ വേരി ബിറ്റ്വീൻ അപ്പർ കൺട്രോൾ ലിമിറ്റ് ആൻഡ് ലോവർ കൺട്രോൾ ലിമിറ്റ്. കണ്ടോ, അപ്പർ കൺട്രോൾ ലിമിറ്റിനും ലോവർ കൺട്രോൾ ലിമിറ്റ്, ഇതാണ് അപ്പർ കൺട്രോൾ ലിമിറ്റ്, ഇതാണ് ലോവർ കൺട്രോൾ ലിമിറ്റ്, ഇതിനിടക്ക് ഇതുപോലെ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. ഓക്കെ, ഇറ്റ് വിൽ വേരി ബിറ്റ്വീൻ അപ്പർ കൺട്രോൾ ലിമിറ്റ്, ലോവർ കൺട്രോൾ ലിമിറ്റ്, എക്സെട്ര. ഓക്കെ, വെൻ ദ ക്യാഷ് ലെവൽ ടച്ചസ് അപ്പർ കൺട്രോൾ ലിമിറ്റ്, ഈ ഒരു അപ്പർ കൺട്രോൾ ലിമിറ്റിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ മാക്സിമം ലെവൽ ഓഫ് ക്യാഷ് ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ദ സ്ട്രാറ്റജി ഷുഡ് ബി ടു പർച്ചേസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അപ്പർ കൺട്രോൾ ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വി ഷുഡ് റെഡ്യൂസ് ദ ക്യാഷ് ലെവൽ. നമ്മുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ ക്വാണ്ടിറ്റി കുറക്കണം. അതെങ്ങനെ കുറക്കാൻ പറ്റും? വി യൂസ് ദ ക്യാഷ് ടു പർച്ചേസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ആൻഡ് വെൻ ഇറ്റ് ടച്ചസ് ലോവർ കൺട്രോൾ ലിമിറ്റ് വി ഹാവ് ടു സെൽ ദ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് ആണ്. ഇനി അതിനേക്ക് താഴേക്ക് പോകാൻ പാടില്ല, നമ്മൾ മിനിമം എത്രയെങ്കിലും കീപ്പ് ചെയ്യണം. ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു ക്രിയേറ്റ് സം മോർ ക്യാഷ്, കുറച്ച് ക്യാഷ് കൂടി സംഘടിപ്പിക്കണം. ഫോർ ദിസ് പർപ്പസ് വി വിൽ സെൽ അവർ ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. സോ the cash level will be varying and it will be in between upper control limit and lower control limit. So there is an upper control limit, lower control limit, and also there is a spread. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും ഇതിനിടയിലുള്ളതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, സ്പ്രെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആസ് പെർ ദിസ് മോഡൽ ദർ ഈസ് ആൻ അപ്പർ കൺട്രോൾ ലിമിറ്റ്, lower control limit, a return point and a spread. If the cash balance approach under upper control limit, അപ്പർ കൺട്രോൾ ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. വാട്ട് വിൽ ഹാപ്പൻ? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആർ പർച്ചേസ്ഡ് ടു റിട്ടേൺ ടു ദി നോർമൽ ബാലൻസ്. ഇഫ് ദ ക്യാഷ് ബാലൻസ് അപ്രോച്ച് ലോവർ control limit, marketable securities are sold to the
ടു റിട്ടേൺ ടു ദി നോർമൽ ക്യാഷ് ബാലൻസ്. ഇപ്പോൾ ഒരു നോർമൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സ്പ്രെഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു കൺട്രോൾ ലിമിറ്റ്സ്. ഈ രണ്ട് കൺട്രോൾ ലിമിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. സ്പ്രെഡ് ഈസ് ഈക്വൽ ടു അപ്പർ കൺട്രോൾ ലിമിറ്റ് മൈനസ് ലോവർ കൺട്രോൾ ലിമിറ്റ്. സോ അപ്പർ കൺട്രോൾ ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലോവർ കൺട്രോൾ ലിമിറ്റ് പ്ലസ് സ്പ്രെഡ്. ലോവർ കൺട്രോൾ ലിമിറ്റ് ഈസ് ഈക്വൽ ടു അപ്പർ കൺട്രോൾ ലിമിറ്റ് മൈനസ് സ്പ്രെഡ്. ആൻഡ് റിട്ടേൺ പോയിൻ്റ് ഈസ് ഈക്വൽ ടു ലോവർ കൺട്രോൾ ലിമിറ്റ് പ്ലസ് സ്പ്രെഡ് ബൈ 3. ലോവർ കൺട്രോൾ ലിമിറ്റിനെ സ്പ്രെഡ് ഡിവൈഡഡ് ബൈ 3 ഇതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിട്ടേൺ പോയിൻ്റ് കിട്ടും. ആൻഡ് ആസ് പെർ ദി ഇക്വേഷൻ ഒപ്റ്റിമം ക്യാഷ് ലെവൽ ഈസ് ഈക്വൽ ടു, നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒപ്റ്റിമം ക്യാഷ് ലെവൽ എന്ന് പറയുന്നത് 3BR² ഡിവൈഡഡ് ബൈ 4i ആണ്. റൂട്ട് ഓഫ് 3BR² ഡിവൈഡഡ് ബൈ 4i. ബി മീൻസ് നമ്മൾ പറഞ്ഞു കൺവേർഷൻ കോസ്റ്റ്, ആർ അല്ലേ റേറ്റ് ഓഫ് റിട്ടേൺ, I interest rate, and total cost is equal to conversion cost plus opportunity cost. Then there is another equation also, that is spread. Okay, spread is calculated using this equation. Spread is identified as Z. Okay, it is between upper control limit and lower control limit. Spread is equal to 3/4 into transaction cost into variable cost divided by interest rate raised to 1/3. Okay, then this is an example. A company has a policy of maintaining minimum cash balance of 1 lakh. 1 ലക്ഷം രൂപ ക്യാഷ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു പോളിസിയാണ് കമ്പനിക്കുള്ളത്. The standard deviation in daily cash balance is 10,000. Daily cash balance in the standard deviation 10,000 rupees ആണ്. Interest rate on daily basis is 0.01%. ഡെയിലി ബേസിസിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് 0.01 അല്ല 0.01% ആണ്. അപ്പോൾ വീണ്ടും പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.000 3 0 വരും അല്ലേ, 1 അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. പെർസെൻറ്റേജ് ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇടാം. ദെൻ കോസ്റ്റ് പെർ ട്രാൻസാക്ഷൻ ഈസ് 50 അല്ലേ. കോസ്റ്റ് പെർ ട്രാൻസാക്ഷൻ, കോസ്റ്റ് പെർ കൺവേർഷൻ 50 ആണ്. കാൽക്കുലേറ്റ് അപ്പർ കൺട്രോൾ ലിമിറ്റ് ആൻഡ് ദ റിട്ടേൺ പോയിൻ്റ്. ഇവിടെ അപ്പർ കൺട്രോൾ ലിമിറ്റ് കാണണം, ദെൻ എന്ത് വേണം? റിട്ടേൺ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പർ കൺട്രോൾ ലിമിറ്റ് കാണണമെങ്കിൽ നമുക്ക് ലോവർ കൺട്രോൾ ലിമിറ്റ് കിട്ടണം. ലോവർ കൺട്രോൾ ലിമിറ്റ് എത്രയായിരിക്കും വരിക? 1 lakh rupees ആണ്. ഇറ്റ് ഹാസ് എ പോളിസി ഓഫ് മെയിൻറ്റെയിനിങ് മിനിമം ക്യാഷ് ബാലൻസ് 1 lakh അല്ലേ. ആ മിനിമം ലെവലിലാണ് മിനിമം ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോവർ കൺട്രോൾ ലിമിറ്റ് ഓക്കെയാണ് അല്ലേ. ദെൻ സ്പ്രെഡ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. സ്പ്രെഡ് ബൈ 3 കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്പ്രെഡ് കാണാനുള്ള ഇക്വേഷനാണ് Z is equal to 3 into 3/4 into transaction cost into variable cost of cash flows. ഓക്കെ, എന്നിട്ട് നമ്മൾ എമൗണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 into 3/4 into 50 ആണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് പറഞ്ഞത്. വേരിയൻസ് ഓഫ് ക്യാഷ് അല്ലേ ഫ്ലോസ് പറഞ്ഞത് 10,000 ആണ്. സ്ക്വയർ അല്ലേ, ക്യാഷ് ഫ്ലോസ് സ്ക്വയർ കൂടി ഉണ്ട് കേട്ടോ. വേരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വേരിയൻസ് അല്ല, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലേ സ്ക്വയർ ചെയ്യുന്നത്. ഡിവൈഡർ ബൈ അല്ലേ, ഇവിടെ തന്നിരിക്കുന്ന ബാലൻസ് 10,000 എന്ന് പറയുന്നത് എന്താണ്? ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയറിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 10,000 സ്ക്വയർ ഓക്കെ ഡിവൈഡഡ് ബൈ 0.01% ആണ് നമ്മൾ എഴുതുമ്പോൾ 0.0001 റൈസ് ടു 1/3. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു കാൽക്കുലേറ്ററിൽ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ സ്ക്വയർ ഉള്ളത് 10,000 ആണ്. സോ 10,000ൻ്റെ സ്ക്വയർ കാണാം. ഇപ്പോൾ ഇവിടെ തൽക്കാലം 10,000 ഇൻറ്റു 10,000 അല്ലെങ്കിൽ 10,000 സ്ക്വയർ കണ്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ 10,000 ഇൻറ്റു 10,000 നമുക്ക് കിട്ടി അല്ലേ, അതിൻ്റെ സ്ക്വയർ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു 50 ട്രാൻസാക്ഷൻ കോസ്റ്റാണ്. 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഡിവൈഡർ ബൈ അല്ലേ ഇൻട്രസ്റ്റ് റേറ്റ് 0.0001 ആണ്.
ഡിവൈഡ് ബൈ 0.0001 ചെയ്തു. ഇനി ഇൻറ്റു 3/4 ആണ്. 3/4 നമുക്ക് 0.75 എന്ന് പറയാമല്ലോ. അപ്പോൾ ഇൻറ്റു 0.75. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു വാല്യൂ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ക്വയർ റൂട്ടാണ്. ഓൾ റൈസ് ടു 1/3 അല്ലേ, സ്ക്വയർ അല്ലേ, അങ്ങനെ ഒരു വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് ജസ്റ്റ് XY എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യുക, XY ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 1/3 ആണ്. 1/3നെ നമ്മൾ 1/3 അല്ലേ, ബ്രേക്കറ്റ് ക്ലോസ് ചെയ്യുക, ഇങ്ങനെ കാണുക. ഓക്കെ, ഇനി ലാസ്റ്റ്ലി നമ്മൾ ആ ബ്രേക്കറ്റിന് പുറത്തൊരു 3 ഉണ്ട്, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വാല്യൂ, അതായത് 1,04,14 അല്ലെങ്കിൽ റൗണ്ട് ചെയ്യുമ്പോൾ 1,04,415, ഈ വാല്യൂ ആണ് നമ്മൾ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സ്പ്രെഡ് എന്ന് പറയുന്ന വാല്യൂ 1,04,415 ആണ്. ദെൻ ദ അപ്പർ കൺട്രോൾ ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലോവർ കൺട്രോൾ ലിമിറ്റ് പ്ലസ് സ്പ്രെഡ്. ലോവർ കൺട്രോൾ ലിമിറ്റ് 1,00,000 ആണ്, പ്ലസ് കാൽക്കുലേറ്റ് ചെയ്ത സ്പ്രെഡ് 1,04,415 ആണ്, ഈസ് ഈക്വൽ ടു 2,04,415. ഇനി റിട്ടേൺ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ലോവർ കൺട്രോൾ ലിമിറ്റ് പ്ലസ് സ്പ്രെഡ് ബൈ 3 ആണ്. ഓക്കെ, അപ്പോൾ 1,00,000 പ്ലസ് സ്പ്രെഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 1,33,472. There is one more model, Orgler's model, which is not a part of our syllabus, but we are just discussing. It is a short-term linear programming model suggested by Orgler. In case of Orgler's model, it integrates cache management with the production process. That is, the cache level is determined based on the quantity of production. There are 3 sections for Orgler's model. First one is select the planning horizon. The planning period is to be selected. Second, select the decision variables. The variables are production process and cache level. And third one is formulate a cache management strategy. These are the 3 sections as per Orgler's model. This is regarding Orgler's model. Okay.